ഗുഡ് ഈവനിങ് ഗായ്സ്. നമുക്ക് 4:30 ആയിട്ടോ സമയം. അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് രണ്ടാളോട് വന്നിട്ടുണ്ട്. ആരാണ്? മനുവേട്ടനും ഷിഹാബുക്കായും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പനിയും പരിസരവും ഒന്ന് കാണാൻ വേണ്ടി ഇത്രയും കാലം നമ്മൾ ആ സൈഡിലേക്കായിരുന്നു നടന്നത്. നമ്മളിന്ന് ഈ സൈഡിലേക്ക് ജസ്റ്റ് നടക്കാനിറങ്ങാം കേട്ടോ. പ്രിസ്റ്റാവിക്കാന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ ആൻ്റണി ചേട്ടനുണ്ട്, ബൈക്കുകളുണ്ട് കേട്ടോ, ബൈക്ക്. ഓക്കെ, അപ്പം ഷിഹാബുക്കായും ആൻ്റണി ചേട്ടനും മനു ഏട്ടനും 3 ആളും കൂടി കേട്ടോ നടക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ആണ്. ഈ സൈഡ് നമ്മൾ അധികം ഇറങ്ങിയിട്ടില്ലായിരുന്നു നടക്കാൻ. ജസ്റ്റ് നമ്മൾ നടക്കാൻ ഇറങ്ങാം കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ അടുത്ത് വീട്ടിൽ കളിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടി നടക്കാൻ പാടുള്ളൂ കേട്ടോ. ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നടക്കേണ്ടത്. നമ്മൾ അതായത് ഇവിടെ റൈറ്റ് സൈഡ് ഡ്രൈവിങ് ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കണം. ഓക്കെ, പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാസ്പോർട്ടും TRC കാർഡ്, എവിടെ പോവുകയാണെങ്കിലും ഏത് സമയത്തും നമ്മളെ കയ്യിൽ പാസ്പോർട്ടും TRC കാർഡും വേണം. കൃഷിക്കാരാട്ടോ, കൃഷിക്കാരെ വിടാം. ഇവിടെയൊക്കെ ഒരുവിധം ഒരു വീട്ടിലധികം 2-3 കാറുകളും ട്രാക്ടറും ട്രില്ലറും അധികം കർഷകരാണ്. എല്ലാവർക്കും പാർട്ട് ടൈമായിട്ട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരുവിധം എല്ലാവർക്കും അവർ 15 ദിവസം വർക്ക് ചെയ്യും, 15 ദിവസം എന്തെങ്കിലും കൃഷിയിൽ ഏർപ്പെടും. കൃഷി ഇതൊക്കെ എന്താ? ഇതെന്ത് ഫാക്ടറിയാ? പാലാണോ? മിൽക്ക് എന്തോ ഒരു പശു വളർത്താണോ? പുല്ല് റോൾ ചെയ്യുന്ന മിഷൻ കേട്ടോ, പുല്ല് റോൾ ചെയ്യുന്ന സ്ഥലം. ഈ സൈഡ് നമ്മൾ തീരെ വന്നില്ല കേട്ടോ. അടിപൊളി. ഇത് ചോളല്ലേ? ചോള കൃഷിയാണ് ഗൈസ്, ചോള കൃഷി. അത് നമ്മളെ A2 ആട്ടോ. നമ്മളെ സ്ലോവേനിയയിലെ നല്ല ഹൈവേ A2 ആണ് ആ പാസ് ചെയ്ത് പോകുന്നത്. എല്ലാ വീടുകളിലും എന്തെങ്കിലും നല്ല ഗാർഡനിങ് പോലത്തെ അടിപൊളി ചെടികളുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം കോഡ് 95 പോയപ്പോൾ ആ വീടായാലും എത്ര വൃത്തിക്കാ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറിയോ. കുട്ടികളൊക്കെ കളിക്കുക കേട്ടോ. ചോളം നമ്മളിതാ ഇതിലാണ് നടന്നു വരുന്നത്. ആ പാസ് ചെയ്ത് പോകുന്നത് ഹൈവേ ആണ് A2. ചോളക്കൃഷി. ചോളം ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ തണുപ്പ് കാലാകുമ്പോൾ വേണ്ടി അവർ ചൂടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്ന മരം. ഇതൊക്കെ ഈ തണുപ്പ് കാലത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള മരമായിരിക്കും അല്ലേ? ഈ മരങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ? അതൊന്നും പ്രശ്നമില്ല. നമുക്കിവിടെ തണുപ്പ് വരുമ്പം ചൂടാക്കാനുള്ള മരം കേട്ടോ അതൊക്കെ. അത് കണ്ടോ, ആ മരം കൂട്ടിയിട്ടുണ്ടോ? തണുപ്പ് കാലം വരുമ്പം ഇനിയിപ്പോൾ ഐസ് വരുമ്പോൾ അവർക്ക് കത്തിക്കാൻ വേണ്ടി അവർ ഇപ്പോഴേ സ്റ്റോർ ചെയ്ത് വെക്കുക. റെഡ് ടീഷർട്ടാണ് ആൻ്റണി ചേട്ടൻ, ബാക്കിൽ മനുവേട്ടൻ, ബാക്കിൽ ഷിഹാബ്ക്ക, ക്യാമറാമാൻ അജുൻജിത്ത്. ഇത് കണ്ടോ ആപ്പിൾ മരം ഒരു വീടിൻ്റെ ഇവിടുന്ന് പറിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ഫോറസ്റ്റിലൊക്കെയാണ്, നമുക്ക് പുറത്തൊക്കെയാണ് പറിക്കിയത്. ആപ്പിൾ മരം റെഡ് ആപ്പിളാണ് കേട്ടോ. അത് റെഡ് ആപ്പിളും ഉണ്ട്, ഗ്രീൻ ആപ്പിളും ഉണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല. 2 ടൈപ്പ് ഓഫ് ആപ്പിൾസും ഇവിടെ മരത്തിൽ അവർ വീട്ടിൻ്റെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആപ്പിൾസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമ്മൾ തീരെ നടന്നില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ സൈഡിലേക്ക് വരുന്നത്. നമ്മൾ കൂടുതലും ആ സൈഡ്, നമ്മളെ പാർക്കിങ്ങും ഏരിയ ഒക്കെ ആ സൈഡ് ആയതുകൊണ്ട് ആ സൈഡിലേക്ക് നമ്മൾ കൂടുതലും പോയേക്കുന്നത്. കുറച്ച് വീടുകളും കാര്യങ്ങളും. എൻ്റെ ഫേസ് ഞാൻ ഡിറ്റക്റ്റ് ചെയ്യണം. എന്നെ കിട്ടില്ല ഗൈസ്, എന്നേക്കാട്ട് ഉയരത്തില്ല കേട്ടോ ഗ്ലാസ്. അപ്പം എന്നെ കാണിക്കാൻ പറ്റില്ല.
സോറി, ഇതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഈവനിങ് വാക്കാട്ടോ. ഡുക്കാട്ടി ബൈക്ക്, ഡുക്കാട്ടി ബൈക്കാട്ടോ. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആട്ടോ. ഇതേപോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മുടെ കോഡ് 95 പോയപ്പോൾ താമസിച്ചിരുന്നതാണ്. ഹ്യുണ്ടായിയുടെ i20. എന്താ ലൈറ്റ് കുറഞ്ഞോണെന്ന് തോന്നുന്നു. ചോളകൃഷി, അതിനാണ് നമ്മൾ പാലറ്റ് എന്ന് പറയുക. പാലറ്റ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. നമ്മൾ ട്രക്കിൻ്റെ അകത്ത് സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും വേണ്ടി നമ്മൾ കേടാവെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പാലറ്റ്, പാക്കേജ്, കണ്ടെയ്നർ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ലോഡ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണത്. ഓക്കെ, ഇത് പശു ഫാം ആട്ടോ. ഇതൊരു പശു ഫാമാണ്. അതിന് അറ്റാച്ച് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, പശു ഫാം, കുട്ടിയൊക്കെ കളിക്കാനുള്ള ഏരിയ, അവരുടേതായൊരു രീതിയിൽ. ഓക്കെ ഗായ്സ്, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മഞ്ഞ ബോർഡ് ഉണ്ടോ ഇവിടെ, ഈ മഞ്ഞ ബോർഡിൽ വെട്ടിട്ടെന്ന് പറഞ്ഞാൽ വില്ലേജ് കഴിഞ്ഞെന്ന് അർത്ഥം. ഈ മഞ്ഞ ബോർഡിൽ തുടക്കമാണെങ്കിൽ അത് വില്ലേജ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ 50 കിലോമീറ്ററിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ബോർഡ് കണ്ടാൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ബോർഡുകളൊക്കെ ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു വില്ലേജ് കയറുമ്പോൾ അവരൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ യെല്ലോയിൽ എഴുതിയിട്ടുണ്ടാവും വില്ലേജിൻ്റെ പേര്. ആ വില്ലേജ് കയറി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ വണ്ടീൻ്റെയും സ്പീഡ് എന്ന് പറയുന്നത് 50 km/h പോകാൻ പാടുള്ളൂ. ആ വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ യെല്ലോ റെക്റ്റാങ്കിളിൽ വെട്ടിട്ടിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടാവും. ആ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 km എബോവ് നമുക്ക് എന്ത് ചെയ്യാം, പോകാൻ പറ്റും. അത് ഇവിടുത്തെ ട്രാഫിക് വയലേഷൻ വരും കേട്ടോ. അത് അടുത്ത വില്ലേജ് തുടങ്ങുന്ന ബോർഡ് അവിടെ അപ്പുറത്ത് കാണാം, നമ്മൾ പോകുമ്പോൾ കാണാം. അവിടെ റെക്റ്റാങ്കിൾ ഒരു എഴുതിയിട്ടുണ്ട്. അത് അടുത്ത വില്ലേജ് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് ലൈറ്റിങ് കുറഞ്ഞല്ലോ ഫോണിൻ്റെ. എന്തോ ക്യാമറ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലാതെ വെയിലടിച്ചിട്ടാ എന്തോ നല്ല വെളിച്ചുള്ള ക്യാമറ ആയിരുന്നു. ചോളം വിരിയാനായിരിക്കുന്നു. ചോളം ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അതാ തൊടാൻ പാടില്ല. അതെന്താ എൻ്റെ ചേട്ടാ? അത് ശരി, ഓക്കെ. തൊടാൻ പാടില്ല, ഓക്കെ, സോറി. ഗാർഡൻ കണ്ടോ? എല്ലാ വീടിനും ഒരു ഗാർഡൻ ഏരിയ ഉണ്ടാവും ഗൈസ്. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഗാർഡൻ. കാറുകൾ നോക്കിയേ, ഓഡി, BMW, സ്കോഡ, വോക്സ്വാഗൺ. ഒരു വീട്ടിൽ തന്നെ 4 കമ്പനി കാറുണ്ട്. ഏതായാലേ പൂവൊക്കെ നല്ല രസമുണ്ടല്ലേ, ബ്യൂട്ടിഫുൾ. ഇത് ആപ്പിളിൻ്റെ ചെറിയ തൈ കേട്ടോ. ഇത് എടുക്കാൻ പാടില്ല, നമ്മൾ എടുക്കാൻ പാടില്ല. നമുക്ക് ഇത് ആപ്പിൾ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല, ഇവിടെ തണുപ്പുള്ളതുകൊണ്ടായിരിക്കും. എല്ലാവരുടെ വീടിനും അറ്റാച്ച് ചെയ്തിട്ട് അവരെന്തെങ്കിലും ഒരു കൃഷി ഉണ്ടാവും കേട്ടോ. ആപ്പിൾ, കുറേ ആപ്പിൾ മരങ്ങൾ. ഓക്കെ,
എല്ലാ വീട്ടിലും അവർ മരക്കഷ്ണ തടികൾ സ്റ്റോർ ചെയ്തിട്ടോ. അതായത് ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞാൽ ഇവിടെ വിൻ്റർ അല്ലേ തുടങ്ങാൻ പോകുന്നത്, വിൻ്റർ വരും. അപ്പം അവർ വിൻ്ററിന് വേണ്ടി എല്ലാ വീടുകളിലും അവർ മരത്തടി കഷ്ണങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അവർക്കറിയാം ഈ ഒരു ടൈം ആകുമ്പോൾ ഇതാണ് കേട്ടോ ആ പോക്കോ ജിങ്കാന്ന് കണ്ടോ, അത് വില്ലേജ് തുടങ്ങുക എന്നുള്ളതിൻ്റെ ബോർഡാണ് അത്. ഇവിടെ ഈ സൈൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി സ്ലോ ആക്കി 50 കിലോമീറ്ററിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോകാൻ പാടുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ നെയിം ചെയ്തൊരു ക്രോസ് ഉണ്ടാവും. ആ ക്രോസ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് വില്ലേജ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഫുൾ റൗണ്ട് എടുത്താലോ. ഇവിടെ നിന്നിട്ട് നമ്മൾ നടന്നു വന്ന് എന്താ ലാൻഡ്സ്കേപ്പ്, ബ്യൂട്ടിഫുൾ. നമ്മൾ മുമ്പ് വിൻഡോസിൻ്റെയൊക്കെ വാൾപേപ്പറിൽ കാണുന്ന അതേപോലത്തെ പ്ലേസ് ആട്ടോ ഫുള്ള്. ഇവിടെ ഭയങ്കര പച്ചപ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഫുള്ള്. പിന്നെ നമ്മളെപ്പോലെ ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ടോട്ടൽ സ്ലൊവേനിയയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. അപ്പം കൂടുതൽ സ്ഥലവും ഫ്രീ ആയിരിക്കും. കുറഞ്ഞ സ്ഥലങ്ങളിൽ എന്താണ് നമുക്കൊരു ടൗണ്, പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത ടൗൺ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കൃഷിയും അതുമായിട്ട് എന്താണ് അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, പക്ഷെ നമ്മളെ റൂമിൽ ഇതുവരെ കറണ്ട് പോയിട്ടില്ലല്ലോ ആന്റണി ചേട്ടാ, നമ്മളെ റൂമിൽ ഇതുവരെ കറണ്ട് പോയിട്ടില്ലല്ലോ. ഓക്കെ, ഇവിടുന്ന് ട്രബഞ്ചേക്ക് കിലോമീറ്റർ 1750. ഓക്കെ, ഇവിടെ ഇവാക്കാനോ ഗൊറീക്ക എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകുന്ന ഈ സ്ഥലത്താട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകുന്ന ആ സ്ഥലത്തല്ലേ, ഇവാക്കാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ്. ട്രബഞ്ചയിലാണ് നമ്മൾ RT ഓഫീസ്, പോലീസ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ട്രബഞ്ചായിട്ടോ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇനി ട്രബഞ്ചയിൽ പോകാണ്ട് ഇവർക്ക്. നിങ്ങൾക്ക് നിങ്ങളെ പാസ്പോർട്ടും TRP ആയിട്ട് ട്രബഞ്ചയിൽ പോകാനുണ്ട്. അവിടെയാണ് നിങ്ങളെ പോലീസ് ക്ലിയറൻസ് എടുക്കേണ്ടതും ടാക്കോ കാർഡിന് കൊടുക്കേണ്ടതും അക്കൗണ്ട് എടുക്കേണ്ടതും ഒക്കെ ട്രബഞ്ച. മനായിട്ട് മുന്നേ പോകുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് നോക്കിയേ. പക്ഷേ ഒരു ലൈറ്റിങ് കുറവുണ്ട് കേട്ടോ. ഫോണിന് എന്താ വെയിലായിട്ടാന്ന് തോന്നുന്നു, അറിയില്ല. ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റ് വരികയായിരിക്കും, അറിയില്ല. ഒരു എവർഗ്രീൻ എന്ന് പറയുന്നൊരു ആണ്. ഏത് വയസ്സുകൾ നോക്ക്, അമ്മാമേനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 75 വയസ്സുണ്ടാവും. അതുകൊണ്ട് അവർക്ക് പ്രായമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഏത് പ്രായത്തിലും ഒരു പ്ലെയിന് പൊന്തി വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കാണാൻ പറ്റുമോ? ഒരു കാക്ക പറന്നു പോകുന്ന പോലെ കണ്ടോ? കാണുമെന്നറിയില്ല. അവിടെയാണ് നമ്മൾ എയർപോർട്ട് വരുന്നത് കേട്ടോ. ആ എയർപോർട്ടിൽ നിന്ന് പിന്നെ അതേപോലെ ഇവിടെ നമ്മളെ ദുബായിൽ എന്ത് ചെമ്പാ പറയുക, ദുബായ് പോയാൽ ഒരു ജമ്പ് ചെയ്യൂലേ നമ്മൾ, പാരാഗ്ലൈഡിങ് പോലത്തെ പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഈവനിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് പല ആകാശങ്ങളിലും കൂടെ ഇങ്ങനെ പലരും ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം. അവർ പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളും അതൊന്നും വരമ്പ് കടന്ന് വരില്ല, അവരെ പഠിപ്പിച്ചതാണ്. നമ്മളെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നതിൻ്റെ അടുത്തൊരു ഡോഗ് ഉണ്ട്, അത് ഗേറ്റിൻ്റെ അപ്പുറം അത് വരില്ല. അതേപോലെ ഇവിടുത്തെ വീടുകളൊക്കെ ഇഷ്ടിക കൊണ്ടുള്ള വീടുകളാണ് കൂടുതലും കേട്ടോ. അത് തണുപ്പ് തരണം ചെയ്യാനും അങ്ങനത്തെ ആവശ്യത്തിനാണെന്ന് തോന്നുന്നു അധികം ഇഷ്ടിക കട്ട. അതേപോലെ ഇവിടെ നിങ്ങൾ മരങ്ങൾ കണ്ടോ, നമ്മൾ വിൻ്റർ ആകുമ്പോഴത്തേക്ക് വേണ്ടി അവർക്ക് ചൂടാക്കാൻ വേണ്ടി അവർ സ്റ്റോർ ചെയ്തേക്കുന്ന കേട്ടോ. അതൊക്കെ ഉണ്ടാവും നമ്മളെ വ്ളോഗിൽ നമ്മൾ ചെയ്യാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പരിചയപ്പെടുത്തുക. ഞാനിത്തെ വീഡിയോ ഓൺഗോയിങ്, നിങ്ങളിത്തെ നടന്മാരെന്നത്തെ. ഗൈസ്, ഈ ഫസ്റ്റ് വരുന്നതാണ് മനുചേട്ടൻ, റെഡ് ആന്റണി ചേട്ടൻ, ഷിയാബ്ക്ക. ഇവരൊക്കെ ഇന്നലെ വന്നാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മളെ സ്ഥലം കാണാൻ വേണ്ടി ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയേക്കാം ഗൈസ്. ആ നായി വരുന്നുണ്ടോ? ഇതേ ഒരു പെറ്റ് വരുന്നുണ്ട് കേട്ടോ. കടിക്കുന്നില്ലേ? ഓടിയിട്ടായിരിക്കും വന്നത്. ഇതാ ഒരു ക്യൂട്ട് പെറ്റ്, ആ വീട്ടിൽ താട്ടോ. അതൊന്നും ചെയ്യില്ല. ബൈ ബൈ ഗൈസ്, യു ഗോ ഹോം. ഒരു പെറ്റ് ഉണ്ടോ? നമ്മളാ വരുമോ നീ?
ഗോ ബാക്ക് ബ്രോ. ഇത് ആ വീട്ടിലെ നായ കേട്ടോ. അത് വെറുതെ നമ്മളെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് നമ്മളെ കൊണ്ട് ആക്കേണ്ടി വരുമോ ഇനി? അവർക്ക് ഫ്രീഡ് ആയിരിക്കും, അവർക്ക് അറിയണ്ട ഒരു ഏരിയ. ഓ ഗോ 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 ഗോ. ഇതേ കണ്ടോ ഒരു പെറ്റ് ആ വീട്ടിൽ താണ്. അത് നമ്മളെ കണ്ട് നമ്മളെ വയ്യങ്ങ് പോകുന്നു. ഗോ ഗോ ഗോ. പണിയാവട്ടോ, അതിന് നമ്മൾ തിരിച്ചുകൊണ്ട് ആക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. അതതിൽ പോയി, അത് അതിന് റോഡ് അറിയാം, അത് അതിൻ്റെ വീട്ടിൽ പോയാ അത് പോയിട്ടോ, അതിന് വഴി അറിയാം. 16 മിനിറ്റ് വീഡിയോ ആയി. 20 മിനിറ്റ് ആയിട്ട് അവൻ പോവാട്ടോ. ഇതേ പോന്നു. നമ്മളോട് ഒരു പരിചയം വന്ന് പറഞ്ഞു പോയി. ഇതേ പോയിട്ടോ. ഓക്കെ, ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ സ്പീഡ് ലിമിറ്റ് 70 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഇവിടുന്ന് അങ്ങോട്ട് സ്പീഡ് ലിമിറ്റ് 70. ഓക്കെ, അങ്ങനെ ശരിക്കും നമ്മൾ ആപ്പിൾ ഇറക്കാൻ പോവാ. ഓക്കെ, അവിടെ ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പുറത്ത് നമുക്ക് ആപ്പിൾ പറിക്കാമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലുള്ള ആപ്പിൾ നമുക്ക് പറിക്കാൻ പാടില്ലാത്തുള്ളൂ. റോഡ് സൈഡിലൊക്കെ ഉള്ള ആപ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറിക്കാം. ഇന്നലെ ആ മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട് വിപിൻ ചേട്ടൻ. ഇന്നലെ മുന്തിരിയൊക്കെ ആയിട്ടാണ് വന്നത്. എവിടെയോ മുന്തിരി ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് ആപ്പിൾ എന്ത് ചെയ്യാം, ആപ്പിൾ പറിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിൽ പോകട്ടോ നമ്മൾ. ആപ്പിൾ പുല്ല് റോൾ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ബാഗ് കണ്ടോ, അത് പശു ഫാമായിരിക്കും മെയിനായിട്ട്. മുന്തിരി കൊണ്ടുവന്നില്ല ബിബിൻ ചേട്ടാ. മുന്തിരി എവിടെയുള്ളത് അതിനടി ചേട്ടാ? ആ ഓക്കെ, അവിടെ മുന്തിരി ഉണ്ട് ഗൈസ്. നല്ല അടിപൊളി മുന്തിരി കേട്ടോ. കറുത്ത മുന്തിരി ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീടും ആ ലാൻഡ്സ്കേപ്പും അതിൻ്റെ ഒരു ഭംഗി നോക്കിയല്ലേ. ജംഗ്ഷൻ വരെ പോകുന്നത്. ഓക്കെ, ഓരോ വീട് കണ്ടോ, അടിപൊളി ലാൻഡ്സ്കേപ്പിലെ വീട്. നല്ല മഞ്ഞ പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളി വീട്. കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പോർച്ച്. സത്യമല്ലേ? ഇവിടെ അധികം ഫോർഡിൻ്റെ കാറുകൾ കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കുറേ വീട്ടിൽ നമ്മൾ ഫോർഡിൻ്റെ കാറുകൾ. ഒരു വീട്ടിൽ തന്നെ 2-3 ഫോർഡ് കാറുകളുണ്ട്. ഓക്കെ, അതേപോലെ നമ്മളെ വേസ്റ്റ് സിസ്റ്റം, അതായത് ഇവിടെ നമ്മൾ വേസ്റ്റൊന്നും ഇവിടെ ഇടാൻ പാടില്ല. ഇതേപോലത്തെ ബോക്സുകൾ ഉണ്ടാവും. അവർ വീക്ക്ലി എനിക്ക് തോന്നുന്നു ഫ്രൈഡേ വന്ന് എല്ലാം കളക്ട് ചെയ്ത് പോകും. എല്ലാ ഫ്രൈഡേസിലും വന്ന് കളക്ട് ചെയ്ത് പോകും. ഓക്കെ, ഞാൻ ഫോട്ടോ എടുത്തരാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ എൻ്റെ കേട്ടോ. ഏകദേശം 20 മിനിറ്റായി.